അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം HRDS ഇന്ത്യ തൊടുപുഴയിൽ ആഘോഷിച്ചു. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. 25/6/2025 ബുധനാഴ്ച HRDS ഇന്ത്യ അടിയന്തരാവസ്ഥ 50-ാം വാർഷികം ആഘോഷിക്കാൻ മുഖ്യ അതിഥിയായും ഉദ്ഘാടകനായും ക്ഷണിതാവായി എത്തിയത് ex-MLA-യും BJP ദേശീയ നേതാവുമായ PC ജോർജ് ആയിരുന്നു. PC ജോർജിന്റെ പ്രസംഗം മതവിദ്വേഷം ഉണ്ടാക്കാവുന്ന രീതിയിൽ വരുത്തിവെക്കാൻ പത്രക്കാർ പല ചോദ്യങ്ങളും ചോദിച്ചെങ്കിലും ഒന്നിനും വഴങ്ങാതെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം നിങ്ങൾ അന്വേഷിക്കണമെന്നും എന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നും എത്രയൊക്കെ കേസുകൾ വരുത്തിവെച്ചാലും വന്നാലും യാഥാർത്ഥ്യങ്ങളിൽ വ്യതിചലിച്ച് എന്റെ പ്രസ്താവനകൾ ഇല്ല എന്നും അത് ഞാൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണെന്നും ഇനി അങ്ങനെ ഉണ്ടായാലും ഒരു പ്രശ്നവും ഇല്ല എന്നും സൗമ്യമായ ഭാഷയിൽ പത്രക്കാർക്ക് മറുപടി പറഞ്ഞു. ഇപ്പോൾ ഒരു പരാമർശം ഉണ്ടായിരുന്നു, പാകിസ്ഥാന്റെ വിജയം വരുമ്പോൾ ചിലർ അല്ലാഹു അക്ബർ വിളിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ ഒരു സമൂഹത്തെ മുഴുവൻ അങ്ങനെ മുസ്ലിങ്ങൾ പരാമർശം മുസ്ലിം സമൂഹം അത് ചിന്തിക്കണം. മുസ്ലിം സമൂഹം ഇതുപോലെ പാകിസ്ഥാന് വിക്കറ്റ് പോകുമ്പം കരയി ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് മുസ്ലിം നേതാക്കന്മാർ മനസ്സിലാക്കണമെന്ന് എൻ്റെ അഭിപ്രായം. തെറ്റാ കുഴപ്പം എത്രയിടത്ത് 100 ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഞാൻ വേട്ടയല്ലേ ജീവിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലേ എണ്ണം പറഞ്ഞു, ഇനിയും പറയണം. ഇതാരെങ്കിലും പറഞ്ഞോ അറിഞ്ഞാൽ കുഴപ്പമാണ്. കേസെടുക്കാൻ ഭയമില്ലെന്നാണ് പറയുന്നത്. 10-16 കേസുണ്ടല്ലോ, എനിക്ക് ഭയമുണ്ടോ? ചുമ്മാ എടുക്കട്ടാവ് കേസ് അവരുടെ തമാശ. ഞാൻ കേസിന് എന്നെ ബുദ്ധിമാനെ പറയാൻ But
ഉദ്ഘാടന ചടങ്ങുകൾ നാട്ടുരാജ്യ ന്യൂസ് രണ്ടാം ഭാഗം കാണുക. റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.